ജിൻഡോയും ഋഷിയും കൂടി ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ലൈവില്. ആ ഒരു ടാസ്കിന് ബ്രേക്ക് ആണ്. ജിൻഡോ ഔട്ടാണ് ടാസ്കിൽ നിന്നും. പക്ഷെ ഋഷി ജിൻഡോയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് ഞാനൊരു പാലം ഇടും. ഋഷി ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഋഷിയും അൻസിബയും അടങ്ങുന്ന ഡെൻ ടീമിൽ നിന്നും അവരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ആയാൽ അവർ സെലക്ട് ചെയ്യുന്ന പവർ ടീമിൽ ജിൻഡോ ഉറപ്പായും ഉണ്ടാവും. ജിൻഡോ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടൊന്നുമല്ല നമ്മുടെ മുടിയൻ ഇതിനെ സമ്മതിച്ചത്. മുടിയൻ ഗെയിമിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇപ്പൊ അൻസിബയോട് പറയുന്നത് കേട്ടു, അർജുൻ പഴയ ആളല്ല, അവൻ ഒരുപാട് മാറി, അവന് മാറാമെങ്കിൽ എനിക്കും മാറാം. ഇതിനർത്ഥം ഋഷി ജിൻഡോടൊപ്പം നിന്ന് ഇനി മുതൽ കളിക്കും എന്നാണോ? ഋഷി ജിൻഡോയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുമോ? ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് ഋഷി ജിൻഡോനെ കാല് വാരുമോ? അൻസിബ ക്യാപ്റ്റൻ ആയാലും അൻസിബയ്ക്ക് വേറെ പ്ലാൻ ഉണ്ടാവുമോ? എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പോ ലീഡർ ബോർഡിൽ 2ാം സ്ഥാനമാണ് ഡെന്നിനുള്ളത്, നെസ്റ്റിന് 1ാം സ്ഥാനം. നെക്സ്റ്റ് ടീം ഒരിക്കലും ജിൻഡോയുമായിട്ട് ആ ഒരു അലയൻസ് വെക്കില്ല. ആ 4 ഫീമെയിൽ കണ്ടസ്റ്റൻസും ജിൻഡോയ്ക്ക് ഭീകരമായ എതിരാണ്. അതുകൊണ്ടാണ് ജിൻഡോ ഈ ഒരു ഡെൻ ടീമുമായിട്ട് പോയി ഇങ്ങനെ ഒരു അലയൻസ് വെച്ചത്. ജിൻഡോയുടെ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാരും മണ്ടൻ എന്ന് വിളിക്കുന്ന മനുഷ്യനാണ് ഈ കളികളെല്ലാം കൂടെ കളിക്കുന്നത്. എന്തായാലും ജിൻഡോ നല്ല അടിപൊളിയായിട്ട് ഋഷിനെ തനിക്കൊപ്പം നിർത്താൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഋഷി അതിന് കൂട്ടു നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. കളികൾ എങ്ങനെയൊക്കെ മാറി മറിയും എന്നത് കണ്ടു തന്നെ അറിയണം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.